മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. പൈതൃകത്തെ വികലമാക്കാനും സങ്കുചിതമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനും വലിയ ശ്രമങ്ങളാണ് നടന്നുവരുന്നതെന്ന് മ്യൂസിയം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് സംഘടിപ്പിക്കുന്ന കണ്ണൂർ പൈതൃകോത്സവം മുണ്ടേരി മുദ്ര ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മനുഷ്യസ്നേഹത്തിനു പകരം വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ പൈതൃകങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് ഏറെ ദുഃഖകരമായ സാഹചര്യമാണ്. സാംസ്കാരിക പൈതൃകങ്ങൾ കൊണ്ട് സമ്പന്നമായ നാടാണ് കേരളം. അവ സംരക്ഷിച്ച് ഭാവി തലമുറയ്ക്ക് കൈമാറുകയും അവയുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക എന്ന കർത്തവ്യമാണ് പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പൂർവികമായ ബന്ധങ്ങളും സംസ്കാരം തന്നെയാണ് ഒരു നാടിൻ്റെ അമൂല്യമായ നിധി എന്ന കാര്യം ചോദിക്കാനൊക്കെ പാടുന്നത്. അതുകൊണ്ട് ചരിത്രമാണ്. ആ ചരിത്രത്തെ അത് നിഷേധിച്ചിട്ടില്ല. ദേശീയ മഹാത്മ ഈ ചരിത്രം ഇതൊക്കെ വികലമാക്കപ്പെടുകയും വിഘ്നമാക്കപ്പെടുകയും തിരോഭൂതമാക്കപ്പെടുകയും ചെയ്യുന്ന വർത്തമാനകാലത്തിൻ്റെ രൗദ്രഭാവങ്ങൾക്കെതിരായി ആത്മധൈര്യത്തോടുകൂടി പ്രതികരിക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനമാണ് കേരളം. അവിടെയാണ് ഞാനും ജീവിക്കുന്നത്. നമ്മുടെ ഈ കണ്ണൂർ പൈതൃകോത്സവം കണ്ണൂരിൻ്റെ പൈതൃകമായ ചരിത്രം എന്തെല്ലാം ആ ചരിത്രത്തിൻ്റെ പ്രതിസ്പന്ദമാണ്. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനങ്ങൾ ഇതാണോ കണ്ണൂർ എന്ന് അത്ഭുതപ്പെടും. ഇതാണ് കണ്ണൂരിന് ബഹുമാന്യതമായി നാമം അർപ്പിക്കണം. ഇതാണോ കണ്ണൂരിൻ്റെ പൈതൃക മഹാചൈതന്യം എന്നറിയുമ്പോൾ നമ്മൾ കൈകൂപ്പി കണ്ണൂരിന് മുമ്പിൽ നമസ്കരിക്കും. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിജു അധ്യക്ഷത വഹിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. റസീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഘുനാഥ്, വാർഡ് മെമ്പർ സമീറ ടീച്ചർ, മ്യൂസിയം മൃഗശാല വകുപ്പ് സൂപ്രണ്ട് പി.എസ്. പ്രിയരാജൻ, പി. ചന്ദ്രൻ, എം. ഗംഗാധരൻ, മുണ്ടേരി ഗംഗാധരൻ, പി.കെ. രാഘവൻ, പി.സി. അഹമ്മദ് കുട്ടി, ഒ. ബാലകൃഷ്ണൻ, ഷഹീർ കൊട്ടാണിശ്ശേരി, രാജേഷ് മന്തമ്പേത്ത്, എ. രാജൻ, എ. പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ ആർ.വി. രാമകൃഷ്ണൻ അവതരിപ്പിച്ച സോദാഹരണ പ്രഭാഷണം, പുഷ്പവതി പൊയിൽ പാടത്ത് അവതരിപ്പിച്ച സംഗീത നിശ എന്നിവ അരങ്ങേറി. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പൈതൃകോത്സവം ജനുവരി 1 മുതൽ 6 വരെ കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി വിവിധ കേന്ദ്രങ്ങളിലായാണ് അരങ്ങേറുന്നത്. പൈതൃകോത്സവത്തിലെ ആദ്യ പരിപാടിയാണ് മുണ്ടേരി മുദ്ര ഓഡിറ്റോറിയത്തിൽ നടന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. കരുതലിന്റെ സ്നേഹസ്പർശം. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.